ഞങ്ങൾ ട്രക്കിംഗ് കഴിഞ്ഞു. ടിക്കറ്റ് എടുത്ത അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു കോഫിയും കുറച്ച് ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. താഴെ എത്തണ വരെ വിശക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അന്നൊക്കെ കോഫി പറഞ്ഞിട്ടില്ല. ന്യൂഡിൽസ് പറഞ്ഞു, അച്ചു ന്യൂഡിൽസ് പറഞ്ഞു, അനഘയും ന്യൂഡിൽസ് പറഞ്ഞിരിക്കുന്നത്. 50 രൂപയാണ് ഒരു ന്യൂഡിൽസിന്. ഒരു കോഫിക്ക് 30 rupees. ഞാൻ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു. അപ്പം ജിത്തു പറഞ്ഞു പാവ് ഭാജി പറഞ്ഞു. ഇവർ രണ്ടുപേരും ന്യൂഡിൽസ് പറഞ്ഞു. അത് ഞാൻ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞു. ജിത്തു പാവ് ഭാജി പറഞ്ഞു. അനഘയും അച്ചു ന്യൂഡിൽസ് പറഞ്ഞു. പിന്നെ ജിത്തുവിന് മനസ്സ് ചേഞ്ച് വന്നിട്ട് അല്ല, ഞാൻ പാവ് ഭാജി പറഞ്ഞു ജിത്തുവിൻ്റെ കൂടെ കമ്പനിക്ക്. അപ്പോൾ അവർ പറഞ്ഞു പാവ് ഭാജി ഇല്ല, ബ്രെഡ് ഓംലെറ്റേ ഉള്ളൂ. അപ്പോൾ ജിത്തു പറഞ്ഞു ശരി, അവനും ബ്രെഡ് ഓംലെറ്റ്. അപ്പോൾ ഞാനും ബ്രെഡ് ഓംലെറ്റ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ജിത്തു പറഞ്ഞു മാഗി വേണം. എന്നിട്ട് ജിത്തു മാഗിയിലേക്ക് ചേഞ്ചായി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ബ്രെഡ് ഓംലെറ്റ് വന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ണും നട്ട്. ഞങ്ങളിവിടെ നിന്നൊരു കുൽഫി വാങ്ങിച്ചു. ഞാനും അനഘയും അച്ചും. അല്ല, അനഘ നോർമൽ ഐസ്ക്രീമാണ്, ഞാനും അച്ചും കുൽഫി വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നൊരു വെള്ളത്തിലായിരുന്നു, തവളേനെ പോലെ. നന്നായിട്ടുണ്ടോ? സോ ഞങ്ങളിപ്പോൾ അഗോണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. ഞങ്ങൾ എങ്ങനത്തെ റൂമാണ് ബുക്ക് ചെയ്തിരിക്കണ? പോണ്ടേ? ഞങ്ങളിപ്പോൾ ബബിളിലേക്ക് പോവാണ്. അഗോണ്ടയ്ക്ക് പോണ വഴിയാണ് ഞങ്ങളുടെ സ്റ്റേ, അവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് ഒരു ബബ്ലിംഗ് ലേക്ക് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. എന്താണെന്ന് അറിയില്ല, അവിടെ ആരും ഇല്ല, ഒരു ടെമ്പിളും കൂടി ഉള്ളതാണ്. സോ ഞങ്ങൾ ബബ്ലിംഗ് ലേക്കിലേക്കാണ് പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തു. അവിടെയാണ് എൻട്രി കാണുന്നത്. ഇവിടെ എൻട്രി ഉണ്ട്, പക്ഷെ ഇത് അടച്ചിരിക്കുകയാണ്. നമുക്ക് ആ വഴി പോയി നോക്കാം. ബസ് മാറിയപ്പോൾ തന്നെ ഒരു ആശ്വാസം. ഫുഡ് കഴിച്ചപ്പോഴും ആരുമില്ല. അറിയില്ല, ഇതൊരു ടെമ്പിളാണ്. ഒന്നുമില്ല, ലേക്കിൽ നിന്ന് ബബിൾസ് വരും. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ഇത് കാണാൻ പോകുന്ന വഴി ആൾക്കാർ പോകാറുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു ഗൈസ്. വെള്ളമില്ല തോന്നുന്നു കേട്ടാ. ഉണ്ടോ? ബബിൾസ് ഉണ്ടോ? ബബിൾസ് അതാടാ, ബബിൾസ് ഫോം ആക്കണ നോക്ക്. ഇതാണ് ഈ പറയുന്ന ബബ്ലിംഗ് ലേക്ക്. ബബിൾസ് ഫോം. ദാടാ ബബിൾസ്. ഇതാ പൂസ് ബബിൾസ് ഫോം. ഏത് മതില്? ഇതാണ് ബബിൾസ് ഫോം ആവുന്ന ബബ്ലിംഗ് ലേക്ക്. ഇതിന് വേറെ ബുഡ് ലേക്ക്. കുറച്ചും കൂടി വൃത്തിയാക്കി വെക്കായിരുന്നു. വെള്ളം കുറവാണ്, പക്ഷെ എന്നാലും ഇത് നമുക്ക് അടി കൂടെ എന്താ ഇത് സോഡ പൊട്ടിക്കണ പോലെ വെള്ളം ബബിൾസ്. കാണാനത് ഇവിടെ കാണാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബബ്ലിംഗ് ലേക്ക്. അതാ
പൈസ ഇട്ടിരിക്കുന്നത് അല്ലല്ല ആടാ അത് അമ്പലമായത് കൊണ്ടിട്ടിരിക്ക. സോ ഇതൊരു ടെമ്പിളാണ്. വിളക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. സോ പ്രതീക്ഷിച്ചതുപോലെ ബബിൾസ് ഒന്നും കാണാൻ പറ്റിയില്ല. ഇത് അധികം ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് അത് അത്ര മെയിൻറ്റെയിൻഡ് അല്ല. നമ്മൾ പോയി കണ്ടുപിടിച്ചു ബബിൾസ് ഫോമാവുണ്ട്, അത്രേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന്. ഇനി 1 മണിക്കൂർ ജേർണി ഉണ്ട്. അമ്മേ ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. ഫുള്ള് ടൈറ്റാണ്. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമ്മൾ ബാക്ക് അടിച്ച് കൊടുക്കണം, ഇത്രേ ഉള്ളൂ. പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ കയാക്കിങ്ങിനാണ് പോണത്. അനഘ ഞങ്ങൾ വേഗം ചെന്ന് ഞങ്ങൾ വിളിച്ചു വെച്ചു. ഒരു 6 മണിയാകുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്നാണ് പറഞ്ഞത്. കാരണം സൺസെറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. शोल्डर से बाहर, ठीक है, और पैडल करते वक्त आपका एक आर्म होल्ड, एक आर्म पुश, राइट लेफ्ट पैडलिंग करना है. अगर आपको लेफ्ट में जाना है या फिर लेफ्ट से यू टर्न करना है तो आपको राइट में पैडल करना है, ऑपोजिट डायरेक्शन, ठीक है. अगर आपको राइट में जाना है तो लेफ्ट में पैडल. और ये फॉरवर्ड है, पानी को आगे से पीछे करना फॉरवर्ड है और पीछे से आगे करना रिवर्स. और पैडल करते वक्त आप ध्यान रहे कि पानी को ऐसे आपको खींचना है, ठीक है, ऐसे लिफ्ट नहीं करना है. और ज़्यादा शोल्डर के पास ऐसे नहीं करना है, थोड़ा एक आध स्ट्रेट एक आध फोल्ड, मतलब लंबा पैडल करना है, ठीक है. ഞങ്ങൾ കയാക്കിങ് വന്നു. आप दोनों जा रहे हैं और आप दोनों. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് റെഡിയായി. നമുക്ക് നോക്കാം. വേണ്ട റിസ്ക് അല്ലേ? വിശ്വാസം ഉണ്ടോ അയാള്? അതൊക്കെ ഞങ്ങളുടെ വീഡിയോ എടുത്ത് തരണം കേട്ടോ. ഏതില്? ആ കോർഡിനേഷൻ. എത്ര മിനിറ്റ് ടൈം വല്ലതും പറഞ്ഞോ? ടൈം ഞാൻ ചെയ്യില്ല, അതാണ് ഞാൻ ചിരിച്ചത്. അങ്ങനെ ഫസ്റ്റ് ഒരു നാക്ക് കിട്ടിയാൽ പിന്നെ ചെയ്യും. ഒറ്റയ്ക്ക് വേറെ ചെയ്യാം. അങ്ങനെ അവർ തുഴഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അതാ അവര് സപ്പോ കയാക്കിങ് അവര് എത്തി ഫൈനലി. ഞാനും വെച്ചും കയറിയിരിക്കുകയാണ്. അവരുണ്ട്. ചേച്ചി എന്താ ഇവിടെ നോക്കൂ കുട്ടികളെ. സേ ഹായ്. കുലുങ്ങല്ലേ? 2 സൈഡ് ചെയ്യടി. നീ ഒരു സൈഡ് ചെയ്യണം എന്തിനാ? എങ്ങനെ ബോട്ട് ക്രാഷ്. പറഞ്ഞോ? എങ്ങനെയുണ്ട് അച്ചു? കൊള്ളാം, സൂപ്പർ. അച്ചു മാത്രമേ ചെയ്യണു എന്നാണ് അവന്റെ പറച്ചിൽ.
അയ്യോ ഞാൻ ടയർഡായി. നല്ല കൈ കടയുണ്ട്. അച്ചുവാണ് ഈ വണ്ടി മുഴുവൻ ഓടിക്കണത്. അങ്ങനെ ഞങ്ങൾ നടുവിലെത്തിയിരിക്കുന്നു ഗൈസ്. ഹായ് ഫുസേ, എങ്ങനെ പോണേ? എങ്ങനെയാണോ? എന്തില്ല അങ്ങോട്ട് പോ. ഞങ്ങൾ ഡേ 2 ബുക്ക് ചെയ്തിരിക്കുന്നത് ബീച്ച് ഫേസിങ് റിസോർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. മുകളിൽ ജിത്തുവിൻ്റെ അച്ഛൻ്റെ റൂം. ഇത് തൊട്ട് മുന്നിൽ ബീച്ചാണ്. ഇപ്പോൾ ഇരുട്ടായി. ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ടൈമായി. ഇനി നമുക്ക് ബീച്ചിൽ കൂടെ കുറച്ച് നേരം നടന്ന് ഫുഡൊക്കെ ഇന്നലത്തെ പോലെ കഴിക്കാമെന്നാണ് പ്ലാൻ. മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ കയാക്കിംഗ് കഴിഞ്ഞു. റൂമിൽ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഞങ്ങൾ വെറുതെ അഗോണ്ട ബീച്ചിൻ്റെ സൈഡെല്ലാം എൻജോയ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നു. ഇനി ഞങ്ങളിവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോവാണ് അഗോണ്ടയിൽ. നമ്മുടെ പാലോലിയം ബീച്ച് പോലെ അല്ല നൈറ്റിൽ. ഇത് കുറച്ചും കൂടി പീസ്ഫുള്ളാണ്, കാമാണ്. ഫുള്ള് ആൾക്കാർ വന്ന് ഇങ്ങനെ തിരക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അഗോണ്ട കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരും ഓർഡർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ പൈനാപ്പിൾ ജ്യൂസ് ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഫുഡ് വന്നിട്ടുണ്ട്. മോമോസ് വിത്ത് സൂപ്പ്, പൊട്ടറ്റോ ചീസ്. അച്ചു പറഞ്ഞത് സെഷ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. പിസ്സ വന്നു ലാസ്റ്റായി, പക്ഷെ എല്ലാവരും പെട്ടെന്ന് തന്നെ എടുത്തു. ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ജിത്തു? എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഓക്കെ, ഞാനങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല. ഇവരുടെ നിന്ന് തന്നെയാണ് എടുത്ത് കഴിച്ചത്. പിന്നെ എനിക്ക് അത്ര വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്നായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ഡിലേ ആയിരുന്നു എല്ലാം. ഞങ്ങൾ കിടക്കാൻ പോയിരുന്നു എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അച്ചുവും ജിത്തു പുറത്തേക്ക് വരണമെങ്കിൽ തരാൻ പറഞ്ഞു. അവർ കോഫി കുടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാൻ പോകണം. അപ്പോൾ അച്ചുവിൻ്റെ കോഫി വന്നു, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിത്തു ഇതാ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നു. ഞാനും എനിക്ക് ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്. ഈ കപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ടോട്ടൽ എമൗണ്ട് ഒരു 500 ആവും എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. ആവാതിരിക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കോഫിയും വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ശരിക്കും ബീച്ചാണ് ഫ്രണ്ടിൽ. ഫ്രണ്ടിൽ ബീച്ചാണ്, താഴെ പട്ടിയാണ്. ഓ മൈ ഗോഡ്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ ബീച്ചാണ്. ശബ്ദം കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഈ ശബ്ദമാണ്, റിയൽ ശബ്ദം, തിരമാലേൻ്റെ ശബ്ദം. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ രാത്രി കടലിൻ്റെ തീരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചുള്ളത് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാ. തണുപ്പല്ലേ, നല്ല രസമല്ലേ. ഞങ്ങൾ പാലക്കാട് കടലൊന്നും ഇല്ല ഗൈസ്. പക്ഷേ ഞാൻ ഒരു ബീച്ച് പേഴ്സൺ അല്ല. Oh my അമ്മേ God,